ഞാൻ ചത്തുപോയാലും അമ്മയ്ക്ക് കുഴപ്പമില്ലേ? വേറെ ആരെങ്കിലും എന്റെ അടുത്തുനിന്ന് പോയാലും എനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും. അമ്മയുടെ കാര്യത്തിൽ എനിക്ക് പറ്റില്ല. അമ്മ എവിടെയാ അമ്മ? എനിക്ക് അമ്മയെ കണ്ടേ പറ്റൂ. നീ വിവാഹത്തിന് സമ്മതിക്കാതെ ഞാൻ തിരിച്ചു വരില്ല. ഇനി നിന്റെ ഭാരം ചുമക്കാൻ എനിക്ക് പറ്റില്ല. ഇതെന്റെ തീരുമാനമാണ്. മറുപടി ഒന്നുമില്ലെങ്കിൽ നീ ഫോൺ വെക്ക. എന്നെ തിരക്കണ്ട, എന്നെ വിളിക്കുകയും വേണ്ട. അമ്മ എന്റെ അടുത്തേക്ക് തിരിച്ചെത്താൻ വേണ്ടി എന്തും ഞാൻ സമ്മതിക്കാം. ഞാൻ വിവാഹത്തിന് സമ്മതിക്കാം അമ്മ. അമ്മ വരില്ല എന്റെ അടുത്തേക്ക്. നിന്റെ വാക്ക് സത്യമാണെങ്കിൽ ഞാൻ തിരിച്ചു വരാം. ഇപ്പൊ വരുമോ? ഞങ്ങൾ ഇപ്പോ കുറെ ദൂരെ എത്തിക്കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് നാളെ വരാൻ പറ്റൂ. നാളെ വരുമല്ലോ അല്ലേ? വാക്കല്ലേ? എന്റെ വാക്ക് ഞാൻ മാറ്റില്ല. നിന്റെ വാക്ക് നീയും മാറ്റരുത്. ആദ്യമോൻ എവിടെയമ്മേ? അവന് ഇപ്പൊ എന്റെ അടുത്തില്ല. നീ ഫോൺ വെച്ചേ. ഈശ്വര, എന്റെ അമ്മയെ തിരിച്ചു കൊണ്ടുവരാൻ വേറൊരു മാർഗവും ഇല്ലല്ലോ എന്റെ മുന്നില്. നിത്യേച്ചി സമ്മതിച്ചോ അമ്മേ? പുറപ്പെട്ടു പോരുമ്പോ അതുകൂടിയായിരുന്നു മോളെ എന്റെ ഉദ്ദേശം. അത് നടന്നു. അതല്ല ഓക്കെ അമ്മ. പക്ഷേ ഇങ്ങേരുന്ന് എപ്പടി വെളി പോறது? പോണം ശരവണ. എങ്ങനെയെങ്കിലും അവന്റെ കണ്ണ് വെട്ടിച്ചേ പറ്റൂ. ഇപ്പോഴെങ്കിലും അവനെ നേരിടാൻ പറ്റിയില്ലെങ്കിൽ നമ്മളൊക്കെ കൂട്ടത്തോടെ ചാകേണ്ടി വരും. നിങ്ങൾ എന്റെ കൂടെ നിന്നാ മതി. ബാക്കി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അമ്മ എന്ത് ചെയ്താലും ഞങ്ങൾ കൂടെയുണ്ട്. അമ്മ, അവർക്ക് ഒരു ജീവൻ എടുക്കണമെങ്കിൽ ഏൻ ജീവൻ എടുക്കട്ടെ. നിങ്ങൾ എപ്പടിയാவது ഇങ്ങിരുന്ന് പോയിടുங்க. ആരെയും അവൻ കൊല്ലില്ല. അതിന് നമ്മൾ സമ്മതിക്കില്ല. മധുര നൊമ്പരക്കാറ്റ്